സ്പാച്ച്കോക്ക് ചിക്കൻ, നരകത്തിലെ കോഴി, സ്വർഗത്തിലെ കോഴി, ചുട്ടെടുത്ത കോഴി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള നമ്മുടെ സാധാ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് സ്പാച്ച്കോക്ക് ചിക്കൻ. അതിൻ്റെ കൂട്ടത്തിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോയും പിന്നെ കുറച്ച് സ്വീറ്റ് കോണും. അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ റെഡി. സ്പാച്ച്കോക്ക് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡിസ്പാച്ച് എത്രയും പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്നുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ മുഴുവൻ ചിക്കനെ ഒരുമിച്ച് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇറ്റ് ടേക്ക് അപ് ടു 1 hour ടൈം എടുക്കും വെച്ചെങ്കിൽ ഒരു 45 മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 35 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് വേവിക്കുക. എങ്ങനെയാണ്? നേരെ ബട്ടർഫ്ലൈ ചെയ്യുക, അതായത് ബാക്ക് ബോൺ എടുത്ത് മാറ്റുക, ഇതിനെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വേവും. കുറച്ചും കൂടി അതിൻ്റെ സ്കിന്നി ഭാഗം നല്ല റോസ്റ്റഡ് കളറായിട്ട് വരികയും ചെയ്യും. അങ്ങനെ വളരെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുന്ന ചിക്കൻ ഡിസ്പാച്ച് ദി കോക്ക്. ഇപ്പോൾ ഈ ഇറ്റാലിയൻ അല്ലെങ്കിൽ ഫ്രഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിക്കനെ നമുക്ക് കൊക്കോ വൈൻ കോക്ക് ഇപ്പോൾ നമ്മൾ ചിക്കൻ ഹെൻ കോക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ആ കോക്ക്. അപ്പോൾ ഡിസ്പാച്ച് ദി കോക്ക്, അതാണ് ആക്ച്വലി സ്പാച്ച്കോക്ക്. ആ ഡിസ് കേൾക്കുന്നില്ല, സ്പാച്ച്കോക്ക്, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേട്ടാ. റോസ്റ്റ് ചിക്കൻ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ളതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പിക്ക് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് സ്വീറ്റ് കോൺ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുൾ ചിക്കനും അതുപോലെ തന്നെ 4 ചിക്കൻ ലെഗ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഇതിനെ ഈ സ്പാച്ച്കോക്ക് മെത്തേഡ് അതല്ല വെച്ചെങ്കിൽ ബട്ടർഫ്ലൈ ചെയ്യുക എന്നുള്ളത് കാട്ടിത്തരാം. ഞാൻ ഇന്ന് 1.5 കിലോ തൂക്കമുള്ള ചിക്കനാണ്. ഞാൻ ആക്ച്വലി ഒരു 1.2 kg ആണ് നോക്കിപ്പോയത്. നമുക്ക് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ സ്മോൾ ചിക്കൻ ഫോർ റോസ്റ്റിംഗ്, അല്ലെങ്കിൽ എന്തിനും ആക്ച്വലി ഒരു മീഡിയം അതല്ല വെച്ചെങ്കിൽ ഒരു സ്മോളർ സൈസ് ഓഫ് ചിക്കനാണ് കേട്ടോ നല്ലത്. ഒരുപാട് വലുതാവും തോറും ഫ്ലേവർ കുറയും, അതുപോലെ തന്നെ വേവാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ ബാക്ക് ബോൺ കളയാം. ഇപ്പം ഞാൻ കത്തി ഉപയോഗിച്ചിട്ടാണ് കളയണേ. എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ബോൺ നമുക്ക് കിട്ടി, ജസ്റ്റ് ഇങ്ങനെ എടുത്തു. ഓക്കെ, ചിലവരെന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തും, ഇങ്ങനെ അമർത്താം, അതല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ നമ്മുടെ സ്പാച്ച്കോക്ക് സ്റ്റൈൽ. അതല്ല വെച്ചെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ നോക്കിയപ്പം തന്നെ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്തെന്ന്, ഇതിൻ്റെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് വേവും. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഭാഗം മാത്രമാണ് ക്രിസ്പി ആയിട്ട് വേറുള്ളൂ, ഈ ഭാഗമൊന്നും ആവില്ല. സോ സി gets cooked even and nice. Those who prefer straight shot, there we go. Beautiful chicken. ഈ ചിക്കൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, നല്ല വെള്ളാമ്പിച്ചിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നാട്ടിൽ ഇതുപോലെ ചിക്കൻ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടിൽ ഫ്രഷ് ആയിട്ട് മേടിച്ചുകൊണ്ടിരുന്ന ചിക്കന് പിങ്കിഷ് റെഡ് കളറിലാണ് ഇരിക്കുക. നത്തിങ് ബട്ട് ഇറ്റ്സ് ഫ്രഷ്, ഇറ്റ്സ് നോട്ട് സ്റ്റെറിലൈസ്ഡ്. അല്ലാച്ചെങ്കിൽ ഈ മെയിൻ ഫാമുകളിലൊക്കെ ചിക്കൻ കൊന്നതിന് ശേഷം ഒരു ബോയിലിംഗ് വാട്ടറിലോ ഒന്ന് മുക്കിയെടുക്കുമ്പോഴൊക്കെയാണ് ഈ സ്കിന്നിന് വെള്ള കളർ വരണേ. എന്നിട്ട് കംപ്ലീറ്റ് ബ്ലീഡിങ് കഴിഞ്ഞ് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് കേട്ടോ ചിക്കൻ വരിക. ആൻഡ് ദിസ് ചിക്കൻ ഈസ് കംപ്ലീറ്റ്ലി സേഫ് ടു ഈറ്റ്. ദെർ വി ഗോ. നൗ നമുക്ക് 4 ലെഗ് ഉണ്ട് ആക്ച്വലി, 4 ഹോൾ ലെഗ്. ഇതിപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഹോൾ ലെഗ്. അതും കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള ലഞ്ചിനുള്ളതാണ്. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം. ഓക്കെ, മാരിനേഷന് ഞാൻ ഇന്ന് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ഓയിലോ ബട്ടറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത പോലെ തന്നെ ഡ്രൈ ഡസ്റ്റിംഗ് ആണ് ചെയ്യണത്. വൺസ് ഹാഫ് കുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒലിവ് ഓയിലോ അതല്ല വെച്ചെങ്കിൽ ബട്ടറോ അപ്ലൈ ചെയ്തിട്ട് ഇതിന് നല്ല കളറാക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഡ്രൈ മസാലയ്ക്ക് ഞാൻ കുറച്ച് ഫ്രഷ് തൈം, റോസ്മെരി നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഫോർ ദ ഫ്രഷ് ഹെർബ് ഫ്ലേവർ. പിന്നെ നമ്മുടെ മല്ലി, കുരുമുളക്, കുറച്ച് കാശ്മീരി ചില്ലി, ഫെനൽ സീഡ്സ്, ഇതിനെല്ലാത്തിനും കൂടി മിക്സിയിലിട്ടിട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് ഗാർലിക് പൗഡർ, ആനിയൻ പൗഡർ അതല്ലെങ്കിൽ ഡിഹൈഡ്രേറ്റഡ് അണിയൻ, നിങ്ങൾക്ക് ഇതില്ല വെച്ചാൽ ഫ്രഷ് അണിയൻസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ദെൻ സം സ്മോക്ഡ് പാപ്രിക്ക. നല്ല മണം വരുന്നുണ്ട് ഇവിടെ, മറ്റേ ആഫ്രിക്കൻ ഡ്രൈഡ് ജെർക്ക് ചിക്കൻ്റെ മണം അല്ലേ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്മെൽ കമ്മിങ് വെൻ യു റബ് ദ സ്പൈസസ്. ഇപ്പോൾ നമ്മുടെ സ്പൈസസ് റെഡിയായി. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് സ്കിൻ സൈഡ് ടോപ്പായിട്ടാണ്. അപ്പോൾ ആദ്യം ഉപ്പും മാരിനേഷനൊക്കെ ചെയ്യേണ്ടത് ഇപ്പോൾ ലെഗ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബോട്ടം പാർട്ടിലാണ് കേട്ടോ ചെയ്യേണ്ടത്.
ഇനി മേക്ക് ഷുവർ വി പുട്ട് ജനറസ്, കുറച്ച് അധികം ഉപ്പായിക്കോട്ടെ കേട്ടോ. കുറേ ഉപ്പ് വേകുമ്പോഴൊക്കെ താഴേക്കൊക്കെ പോവും. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും അധികം ഉപ്പ് പിടിക്കൂല. നൗ വി ഡസ്റ്റ്. ഓക്കെ, ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ തിരിച്ചിടാം കേട്ടോ. ആൻഡ് വി ആർ ഫോക്കസിങ് ഓൺ ദിസ് സൈഡ്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യണ അതേ ട്രേയിൽ തന്നെയാണ് മാരിനേഷൻ ചെയ്യണേ. സോ മാരിനേഷനൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളും. ഇത് നമ്മുടെ ഈ ബാക്ക് ബോണൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരുമിച്ച് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ യു ഗെറ്റ് നൈസ് ജ്യൂസ്. അഗെയിൻ സോൾട്ട്, ഗുഡ് എമൗണ്ട് ഓഫ് സോൾട്ട്. ഇവിടെയും നമ്മുടെ സ്പൈസസ്. ആൻഡ് ലുക്ക് ബ്യൂട്ടിഫുൾ. ഞാൻ ഈ മസാല ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. എന്താണ്? കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുക. സോ ആ മസാല അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വെള്ളം അടിച്ചിട്ട് കളയണ്ട കേട്ടാ, ചെടി നനയ്ക്കണ പോലെ. ഇത് ഇപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പറായിട്ട് മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മാരിനേറ്റ് ആയിട്ടില്ല, മാരിനേഷൻ നമ്മൾ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ സ്വീറ്റ് കോൺ. ലുക്ക്, ഇത് നമ്മൾ നോക്കിയാൽ സ്വീറ്റ് കോൺ ശരിക്കും നന്നായിട്ട് വേവിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഇത് പച്ചയ്ക്ക് തിന്നാൽ നല്ല വയറുവേദന എടുക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് സ്വീറ്റ് കോൺ. സോ യു ഗൈസ് നീഡ് ടു കുക്ക് ദിസ് പ്രോപ്പർലി. ഓക്കെ, അപ്പോൾ ചിലർ പറയും ഇത് തിന്നിട്ടുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ലോന്ന്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്പെഷ്യലി ഫോർ കിഡ്സ് നല്ല ഈ സ്വീറ്റ് കോണിൻ്റെ ഷുഗർ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഈ സാധനം പച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല വയറുവേദന കിട്ടും. ഇതും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുകയാണോ പോകുന്നത്, ഇതിൻ്റെ സൈഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ സ്റ്റീമൊക്കെ അടിച്ചിട്ട് ഇത് വെന്തോളും. സോ ഞാൻ തുറന്നല്ല വെക്കണേ, ഇങ്ങനെ തന്നെയാണ് വെക്കണേ. അപ്പോൾ ഈ ഇലയുടെ മുകളിലേക്ക് സ്റ്റീം ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ടേ കളർ അധികം പോവാതെ സെറ്റ്. ഇനി ഞാനിതിനെ 150 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഓവനിൽ വേവിക്കണേ. അല്ല വെച്ചെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് അവസാനം ബ്രൗൺ ആക്കാൻ ടെമ്പറേച്ചർ കൂട്ടാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടെമ്പറേച്ചർ ഇനി ഹൈ ആക്കാൻ പോവാണ്. അപ്പോൾ ആ ഹൈ ആക്കണേക്കാളും തൊട്ട് മുന്നേ ആയിട്ട് മുകളിൽ നമുക്ക് ഒന്നെങ്കിൽ ബട്ടറോ അതല്ലെങ്കിൽ ഓയിൽ സ്പ്രേയോ അടിച്ചു കൊടുക്കണം. ദേ നമ്മുടെ സ്വീറ്റ് കോൺ മീൻ ടൈം വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോസ് ആണ്. സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ കട്ട് ചെയ്തിട്ട് ഡീപ് ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു റോസ്റ്റ്. ഓക്കെ, ലുക്ക് അറ്റ് ദാറ്റ്. Beautiful sweet potatoes. This is more than enough. ദേ ഇനി നമ്മുടെ സ്വീറ്റ് കോൺ നോക്കിയാൽ കണ്ട നല്ല സൂപ്പറായിട്ട് നമുക്ക് വേറെ വേവിക്കുകയോ ബോയിൽ ചെയ്യുകയോ ഒന്നും വേണ്ട. ആ പാക്കറ്റ് ഉടക്കനെ തന്നെ, പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പോക്കറ്റ് ഉടക്കനെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം. Beautifully cooked. ഭയങ്കര മധുരം. Too sweet. Too hot. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോൺ. എൻ്റെ വയറുവശം 4 തിന്നാം. സ്വീറ്റ് പൊട്ടറ്റോയും അതുപോലെ തന്നെയാണ്. എൻ്റെ വൺ വാട്ട് വി ബൈ ഹിയർ. ഇന്ന് ഒരെണ്ണത്തിന് $1 ഓക്കെ. നമ്മളിത് നല്ല ഫ്രഷ് ഓയിൽ. ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾ നോക്കി നോക്കി കേട്ടോ, നല്ല രസമാണ് കാണാൻ. ഇത് കഴിഞ്ഞിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുള്ളാണ്. ഇതേപ്പം നോക്കിയേ, ഇപ്പം ഏതാണ്ട് ഒരു 2 മിനിറ്റ് നേരം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വേവിച്ച സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്കിന്ന് ഫോം ആയിട്ടുണ്ട് കണ്ട. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ്സ് റെഡി. റെഡി മീൻസ് ഇനി നമുക്കൊരു 5-6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഓവനിലും കൂടെ കുക്ക് ചെയ്യണം. അവർ ചിക്കൻ ഈസ് റെഡി. വി ഗോ. ബ്യൂട്ടിഫുൾ ചിക്കൻ. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പണി കൂടെ ബാക്കിയുണ്ട്. ഇതാണ് വയ്ക്കുന്ന കാണിച്ചാൽ ഓൾമോസ്റ്റ് എവരിത്തിങ് റെഡി എന്നാ. ഇനി ഇതിൻ്റെ ഗ്ലേസിങ് കൂടി ഒന്ന് ബാക്കിയുണ്ട്. നമ്മൾ ഇന്ന് ഈ ചിക്കൻ ഗ്ലേസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാർബക്യൂ സോസും ഒരു തരി ബട്ടറും കൂടി ഇട്ടിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ്സ് കൂടി കുക്ക് ചെയ്യണം. ദെൻ ഇറ്റ്സ് റെഡി. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് വി ഡൂയിങ് ദ ഗ്ലേസിങ്. ഇതിപ്പോൾ നമ്മൾ ബാർബക്യൂ എല്ലാം ചെയ്തതിന് ഞാനൊരു 10 മിനിറ്റ് കൂടി ഓവനിൽ വെക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇത് ഓവൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കരിയാൻ നല്ല സാധ്യതയുണ്ട്. കാരണം സ്വീറ്റ്നെസ് ഉള്ള കാരണം. സോ കെയർഫുൾ ട്ടാ.
ഓക്കെ, നമ്മുടെ സ്വീറ്റ് കോൺ ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ടോസ് ചെയ്തു. ബട്ടറിൽ ഓൾറെഡി ഉപ്പുള്ള കാരണം ഐ എം നോട്ട് ആഡിങ് എനി അതർ ഉപ്പ് ആൻഡ് പ്ലെൻറ്റി പാഴ്സലി ഇൻ ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഗീവ്സ് ബിറ്റ് ഓഫ് എ യെല്ലോയിഷ്. ആൻഡ് ഇഫ് യു നീഡ്, ഇതിൽ ചിലർ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ആഡ് ചെയ്യും, നമ്മുടെ ലൈം ജ്യൂസ് ആഡ് ചെയ്യും. You can add a little bit. I'm just adding a little bit of a crushed pepper and that's it. അപ്പോൾ നമ്മുടെ ഒരു അക്കമ്പനിമെൻറ്റ് ശരിയായില്ലേ, അതുകൂടെ മാറ്റി വെച്ചു. And we bringing our sweet potatoes. Look at this. Okay, എത്ര നേരം വേണം? ഡീപ് ഫ്രൈ ചെയ്യണ ഒരു പണി ഇതിലില്ല. പക്ഷേ if you look into this, നോക്കിയോട്ടാ, ഇവിടെ കണ്ട ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി കുക്ക്ഡ് ആണ്. ഭയങ്കര ചൂടാണ്. ഓക്കെ, എന്നാൽ പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ പുറം വശം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ ഈ ഷേപ്പ് നഷ്ടപ്പെടാതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. കണ്ട, ബ്യൂട്ടിഫുൾ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണിച്ചു തരട്ടെ. ഇത് ഞാൻ സൺഡേ റോസ്റ്റിന് നമ്മൾ എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്ത് തരുന്നത് എന്നുള്ള പോലെ ഞാനൊരു പ്ലേറ്റ് ചെയ്യാം കേട്ടോ. സോ കപ്പിൾ ഓഫ് സ്വീറ്റ് പൊട്ടാറ്റോസ് ആർ ഹിയർ. നമുക്കൊരു ലെഗ് ചെയ്യാം. There we go, a beautiful chicken leg. Squeeze the potatoes here. Then കുറച്ച് sweet corn. Okay, how is it? Nice ആയിട്ടില്ലേ? ഓക്കെ, നമുക്ക് ഞാൻ ഈ ചിക്കൻ പൊട്ടിക്കണ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തോരം ജ്യൂസ് ഉണ്ട്, എന്തോരം ഹൗ സോഫ്റ്റ് ആയിട്ടാണ് ഇത് കുക്കായിട്ടുള്ളത് കാട്ടി തരട്ടാ. ഇനി നമുക്ക് നമ്മുടെ ഹോൾ ചിക്കൻ നോക്കാം. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, our beautiful spatchcock now dispatched. Beautiful. Sweet potato nu kaichote. How is the colors? Can you see? Beautiful. Guys, ഞാനിതൊന്ന് നശിപ്പിക്കാൻ പോവാണ് കേട്ടോ. വേറെ ഒന്നല്ല, എനിക്കിതിനെ നിർത്തിയിട്ട് ഒരു തംബ്നെയിൽ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞാൻ ദേ ഈ മീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കത്തി കയറ്റി വിടുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ജ്യൂസൊക്കെ കുറച്ചൊന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ I don't want to kill it, but thumbnail photo is very, very important. So I have to do this. The juice. There we go. Hopefully ഇത് പൊട്ടില്ല എന്നിരിക്കുന്നു. ഓഹോ, നൈസ്. എയർ ആർ ലുക്കിംഗ് ഇൻ ടു. ദേ നമ്മുടെ കുമര ഇവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് അവർ ചിക്കൻ. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട്. നൈസ്ലി കുക്ക്ഡ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6-7 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ പ്രിഫർ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് ടു റെസ്റ്റ്. അറ്റ്ലീസ്റ്റ് 20 മിനിറ്റെങ്കിലും. And look at this, beautifully cooked. ഇനി നമുക്കിതിൻ്റെ പൊട്ടാതെ വരട്ടെ എന്ന് നമുക്ക് അടിവശം നോക്കിയേ. ഓക്കെ, ദ ഹോൾ മോയിസ്റ്റ് നമുക്കിത് പൊട്ടിക്കണ സമയത്ത്, പറക്കണ സമയത്ത് നോക്കാം. And look at this. Oh, look at this. The full juice. നമ്മൾ ഒന്ന് എന്താ പറയുക, ബ്രൈൻ പോലും ചെയ്യാത്ത ചിക്കനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിഫറബിളി നമുക്കൊരു 140 അല്ലെങ്കിൽ 150 ഡിഗ്രിയിൽ കുക്ക് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ചിക്കൻ ഇതുപോലെ കിട്ടും. കണ്ട, എന്ന് മാത്രമല്ല ആ സ്കിന്നിൻ്റെ മുകളിൽ അതുപോലെ തന്നെ ആ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലുക്ക് അറ്റ് ദാറ്റ് ആൻഡ് ലുക്ക് അറ്റ് ദിസ്. Oh, juicy, look perfectly cooked, perfect, not dried. ഇനി നമുക്ക് ബ്രസ്റ്റ് പീസ് കൂടി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ അവർ ബ്രസ്റ്റ്. ഓക്കെ, യു ലുക്ക് അറ്റ് ദ ബ്രസ്റ്റ്. ബ്രസ്റ്റിൻ്റെ ഉള്ള ജ്യൂസ് നോക്കിയേ, കണ്ടാ. കുറച്ചുകൂടി റെസ്റ്റ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ I would prefer still like ഒരു 20 minutes more റെസ്റ്റ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഈ ജ്യൂസൊക്കെ ഒന്നുകൂടി ഇതിൻ്റെ ഉള്ളിൽ ഹോൾഡ് ആയാനെ, ഇതുപോലെ ഒലിച്ച് നടക്കാണ്ടേ. But look at the chicken breast.
ഞങ്ങളുടെ ഫുഡ് ട്രയലിനായിട്ട് ഇന്ന് HMOനെ വിളിച്ചിട്ടുണ്ട്. HMO സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ദിസ് കിഡ്സ് നോട്ട് ഈവൺ അലവിങ് അസ്. ഇല്ല അലവിങ് അല്ല ആവശ്യ ചിക്കൻ. നീ ആ കുമരയും കുറച്ച് സ്വീറ്റ് കോണും. ആ യാ ആവശ്യം നമ്മൾ മറ്റേ ചിപ്സ് കഴിക്കുന്ന പോലെയാണ് കുമര ചിപ്സ് അല്ലേ? കുമര അല്ല അടിപൊളി സാധനം കേട്ടോ. ഞാനിവിടെ പണ്ടൊരു യോട്ട് ക്ലബ്ബിൽ ജോലി ചെയ്തിരുന്നു. അവിടെ സൺഡേ റോസ്റ്റിന് സ്പാച്ച്കോക്ക് ചിക്കൻ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ബോൺലെസ് ആയിട്ട് ഹാഫ് ചിക്കൻ, ബട്ടർഫ്ലൈ അല്ല, ബട്ടർഫ്ലൈ ആക്കി കട്ട് ചെയ്ത് ഡീബോൺ ചെയ്യും. ഡീബോൺ കാലിൻ്റെ മുകളിൽ എല്ല് മാത്രമേ നിർത്തുള്ളൂ. എന്താ ചെയ്യുക, ഒരു 4 വർഷം തന്നെയായിരുന്നു പണി സ്പാച്ച്കോക്ക്. എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഇത് ചെയ്ത് റോസ്റ്റ് ചിക്കൻ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി റോസ്റ്റ് ചിക്കനാണ്. നിങ്ങൾക്ക് എനി സോർട്ട് ഓഫ് നല്ല ടേസ്റ്റാണ്. നിനക്ക് വേണമെങ്കിൽ മാരിനേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിങ്ങ ഡോണ്ട് യു വാണ്ട് ടു ട്രൈ ദിസ്? ബ്യൂട്ടിഫുൾ. സ്വീറ്റ് പൊട്ടാറ്റോനെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. സ്വീറ്റ് പൊട്ടാറ്റോ നമുക്കറിയാം, എല്ലാവരും നല്ല ഒരു സ്റ്റാർച്ചായിട്ട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇറ്റ് ഈസ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, പച്ചക്കറി സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ, ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോഴൊക്കെ ഈ ബ്ലോട്ടിങ് ഉണ്ടാവുന്ന ആൾക്കാർ സ്വീറ്റ് പൊട്ടറ്റോ അധികം പ്രിഫർ ചെയ്യണ്ട. സ്വീറ്റ് പൊട്ടറ്റോൻ്റെ അതായത് അതിനുള്ളിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് കോംപ്ലക്സ് കാർബ്സ് ആണ്. എനിക്കൊന്നും ഒരു രക്ഷയില്ല. ഇന്ന് വൈകുന്നേരം കണ്ടോ എൻ്റെ വയറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഭയങ്കര ബ്ലോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഹൈലി ഫൈബറസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. സോ ഇഫ് യു ഗൈസ് പ്രിഫർ ഹൈ ഫൈബർ ഫുഡ്, നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല വെച്ചെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഇസ് എ ഗുഡ് ഓപ്ഷൻ. സെയിം തിങ് വിത്ത് സ്വീറ്റ് കോൺ. സ്വീറ്റ് കോണിൻ്റെയും ഷുഗർ കോംപ്ലക്സ് കാർബ്സ് ആണ്. കുറേ ആളുകൾക്ക് ദഹിക്കാത്ത ഒരു സാധനമാണ് സ്വീറ്റ് കോണിൻ്റെ ഷുഗർ കേട്ടോ. സോ mindful about that. Pick other starch if you can't handle it. So that's it for the day guys. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോണം കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ പൂപ്പാ. ആകാശവാണി മദ്രാശി കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചക ലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഈ കാലിൽ വീഴുന്നു. ഇതിൻ്റെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരുന്ന സീനൊക്കെ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ബട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വൃത്തിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. സ്വീറ്റ് കോൺ നല്ല ടേസ്റ്റ് അല്ലേ? സ്വീറ്റ് കോൺ ഭയങ്കര അടിപൊളി. ചിക്കൻ ഞാൻ ഇതുവരെ കഴിച്ചില്ല, മോനറിയോ? നീ കഴിച്ച അഭിപ്രായം പറഞ്ഞില്ലേ? നീ ഒരു അവളോട് ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവള് നല്ലതെന്ന് സ്റ്റാറിൽ മുക്കിയടിക്കും. സാധാരണ ഇതിൽ ബാബിക്ക് കുക്കർ ഞാൻ ഇവിടെ വെക്കേ മോനെ സാധാരണ ബാബിക്ക് വേണോന്ന്